സോ ഇന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ നോട്ടിംഗം ഫോറസ്റ്റിന് അഗേൻസ്റ്റ് മാൻ യുണൈറ്റഡിന്റെ ഒരു എന്താ പറയുക ഒരു ക്രൂഷ്യൽ മാച്ച് ഫോർ എറിക് ടെൻഹാഗ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രോബ്ലി ഈസ് ലാസ്റ്റ് ചാൻസ് ടു സർവൈവ് ഇൻ ദ ജോബ് എന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സോ ഇന്നത്തെ മാച്ചിനോട് നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 1:30 ടെക്നിക്കലി ഇന്ന് നമ്മൾ പറയും ഇന്ന് രാത്രി വരും. സോ നമ്മൾ നോക്കുവാണെങ്കിൽ നോട്ടിംഗം ഫോറസ്റ്റ് അഗേൻസ്റ്റ് FA കപ്പ് എവേ മാച്ച് ക്രൂഷ്യൽ ഫിക്സ്ചർ. സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ എറിക് ടെൻ ഹാഗ് പ്രോബബ്ലി ബൈ ദി എൻഡ് ഓഫ് ദി സീസൺ മിക്കവാറും മാൻ യുണൈറ്റഡ് ജോബിൽ നിന്നും പുറത്താക്കപ്പെടും എന്നാണ് കേൾക്കുന്ന പല റൂമറുകളും. സോ സാർ ജിം റാഡ്ക്ലിഫും ഒമർ ബറാഡയും ഇപ്പം ഡാൻ ആഷ്വർത്ത് തുടങ്ങിയ ഇവരെല്ലാം കൂടെ ചേർന്ന് മേ ബി ടെന്നാഗിനെ വിലയിരുത്തുക കമ്മിങ് ഫിക്സ്റ്റേഴ്സ് വെച്ചായിരിക്കാം. അഥവാ ടെന്നാഗ് എന്തെങ്കിലും കാരണം വെച്ചാൽ സർവൈവ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ടെങ്കിൽ മേ ബി FA കപ്പ് അടിക്കുക ഒരു ക്രൂഷ്യൽ തിങ് ആയിരിക്കും എന്നാണ് കേൾക്കുന്നത്. സോ റിയലിസ്റ്റിക്കലി മാൻ യുണൈറ്റഡിന് പോസിബിളായി അഥവാ എറിക് ടെന്നാഗിന് ഏറ്റവും ബെസ്റ്റ് സിനാരിയോസ് എന്താണെന്ന് വെച്ചാൽ FA കപ്പ് അടിക്കുക, 2 പ്രീമിയർ ലീഗ് ടോപ്പ് 4 ഫിനിഷ് ചെയ്യുക. ഈ 2 ഐറ്റംസ് നടന്നാൽ മാത്രമേ പുള്ളിക്ക് നെക്സ്റ്റ് സീസൺ മാൻ യുണൈറ്റഡിലെ കോച്ചായിട്ട് തുടരാനായിട്ട് എന്തേലും ഒരു മേ ബി ഒരു 10% ഒരു ചാൻസ് കാണുന്നുള്ളൂ. പൊതുവെ പുതിയൊരു ഓണറും പുതിയൊരു ബോർഡും ഒക്കെ വരുമ്പം അവരവരുടെ മാനേജേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാറുണ്ട്. സോ ഇപ്പോൾ കേൾക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സാർ ജിം റാഡ്ക്ലിഫ് ജൂലിയൻ നാഗൽസ്മാനെ വളരെ ഹൈലിയാണ് റേറ്റ് ചെയ്തതും ഇവരുടെ ഒരു പ്രോജക്റ്റ് ബിൽഡ് ചെയ്യാനായിട്ട് ജൂലിയൻ നാഗൽസ്മാൻ, പിന്നെ റൂബൻ അമോറിയം, ഇങ്ങനത്തെ ഒരു യങ് അപ്കമിങ് ഹു ഹാസ് ദ പൊട്ടൻഷ്യൽ, ഹു ഇസ് റിയലി ഗുഡ്, ഹു ഹാസ് പ്രൂവൺ സംതിങ്, അങ്ങനത്തെ മാനേജേഴ്സിനെ കൊണ്ടുവരാനായിട്ടാണ് താല്പര്യപ്പെടുന്നതെന്നും കേൾക്കുന്നു. സോ എറിക് ടെനാഗിന് ഇത് ക്രൂഷ്യലായ ഒരു മാച്ച് ആയിരിക്കും ഇന്ന് രാത്രി. സോ ഇന്നത്തെ മാച്ചിന് ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ നോക്കുവാണെങ്കിൽ ബ്രൂണോ ഫെർണാണ്ടസ് ഹു ഇസ് ഓൾവേസ് അവൈലബിൾ, ഡൗട്ട്ഫുൾ ആണ് ഈ ഫിക്ചർ എന്നാണ് കേൾക്കുന്ന റിപ്പോർട്ടുകൾ. സോ അത് യുണൈറ്റഡിന്റെ ചെറിയൊരു പണിയാണ്. കൂടെ ഹാരി മഗ്വയർ ഇഞ്ചേർഡ് ആണ്, റാഫേൽ വരാൻ ഇഞ്ചേർഡ് ആണ്, സോ ലിസാൻഡർ മാർട്ടിനസ് ഓൾറെഡി ഔട്ടാണ്. സോ നമുക്കറിയാം ലൂക്ക് ഷോ ഔട്ടാണ്. സോ നോക്കുകയാണെങ്കിൽ ആകപ്പാടെ ഇന്ന് മിക്കവാറും ജോണി എവൻസ്, വിക്ടർ ലിൻഡലോഫ് ബാക്ക് ടു ആയിരിക്കും, സെന്റർ ബാക്സ് ആയിരിക്കും. ലെഫ്റ്റ് ബാക്ക് ആയിട്ട് ഡാലോട്ടിന് ഇടുവോ, റൈറ്റ് ബാക്ക് ആയിട്ട് ഡാലോട്ടിന് ഇടുവോ, ലിൻഡലോഫിനെ പിടിച്ച് ലെഫ്റ്റ് ബാക്ക് ഇടുവോ എന്നൊന്നും അറിയത്തില്ല. സോ വളരെ കൺഫ്യൂസിംഗ് ആയ ഒരു മാച്ച് ആയിരിക്കും. സോ ഇന്നത്തെ മാച്ച് നോട്ടിംഗം എവേ നോക്കാനായിട്ടാണെങ്കിൽ ഈ വർഷം പ്രീമിയർ ലീഗിൽ നോട്ടിംഗം എവേ ചെന്ന് മാൻ യുണൈറ്റഡ് പൊട്ടിയതാണ്. സോ അതിനകത്ത് തന്നെ ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി ഈസി. ഈ നോട്ടിംഗം ഫോറസ്റ്റ് ഹേർട്ട് ചെയ്യാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്, എസ്പെഷ്യലി ഒരു വീക്കെൻഡ് മാൻ യുണൈറ്റഡ് ഡിഫൻസുകളാവുമ്പോഴേക്ക്. സോ കോബി മൈന പോലത്തെ യങ്സ്റ്റേഴ്സിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തൊരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. ബട്ട് ഓവറോൾ നമ്മൾ നോക്കാനാണെങ്കിൽ ബോത്ത് പ്ലേയേഴ്സിനും മാനേജറിനും ഈ സീസണിലെ മോശം പെർഫോമൻസിനും ബ്ലെയിം ഈക്വലി ഡിസർവിംഗ് ആണ്. ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ 2024 കണ്ടിന്യൂസ് വിക്ടറീസ് നമ്മൾ മാൻ യുണൈറ്റഡിന്റെ ഭാഗത്തുനിന്ന് കണ്ടെങ്കിലും ലീഗിൽ ലാസ്റ്റ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ പൊട്ടി ലാസ്റ്റ് ഫിക്സറിൽ ഫുള്ളാമിനോട് വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു അത്. പക്ഷെ ഓവറോൾ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ വെസ്റ്റ് ഹാമിന് അഗേൻസ്റ്റ് 3-0 ജയിച്ച ഒരു മത്സരമില്ല, അതിലാണ് നമ്മളൊരു കംപ്ലീറ്റ് ഡോമിനേഷൻ ഫ്രം മാൻ യുണൈറ്റഡ് കണ്ടിട്ടുള്ളൂ ഈ വർഷം മാൻ യുണൈറ്റഡ് ജയിച്ചെന്ന് പറഞ്ഞാലും. സോ ആ മാച്ചിൽ നമ്മൾ നോക്കാനാണെങ്കിൽ ലിസാൻഡർ മാർട്ടിനസ്, ഡാലോട്ട്, ഹോയ്ലൻഡ് എവരിബഡി വാസ് അവൈലബിൾ റൈറ്റ്. സോ റാസ്മസ് ഹോയിലും ഇനി വരുന്നില്ല, അത് അടുത്ത പ്രോബ്ലം. സോ ഇപ്പം മാൻ യുണൈറ്റഡ് ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് പല ന്യൂസുകളും കേൾക്കുന്നുണ്ട്. സോ ഇപ്പോൾ ഓൾറെഡി ഇഞ്ചറി ലിസ്റ്റിന്റെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പം കേൾക്കുന്ന മറ്റൊരു ന്യൂസ് എന്താണെന്ന് വെച്ചാൽ മാർക്കസ് റാഷ്ഫോർഡും എറിക് ടെനാഗും തമ്മിൽ എന്തോ ഇഷ്യൂ ഉണ്ടെന്നുള്ള രീതിയിൽ മീഡിയാസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഇത് എനിക്ക് സത്യം പറഞ്ഞ കോൺസ്പിറസി പോലെ തോന്നുന്നതാണ്. കാരണം ആദ്യമേ നമ്മുടെ ജോസെ മൊറീനോ സാക്കാവുന്നതിന് മുമ്പും അഥവാ ആ ഒരു ടൈമിൽ മോശമായിട്ട് പെർഫോമൻസ് വരുന്ന ടൈമിൽ പ്ലേയേഴ്സിന്റെ ഭാഗത്തു നിന്നും അന്നും മാർക്കസ് റാഷ്ഫോർഡും ആന്റണി മാർഷാലും ഒക്കെ ആയിട്ട് ഈ ഉടക്കി ജോസെ മൊറീനോ എന്ന് റിപ്പോർട്ട് വന്നു. അതിനുശേഷം സോൾസ്ജിയർ സാക്കാവുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ നോക്കാനാണെങ്കിൽ മഗ്വയറുമായിട്ടും റാഷ്ഫോർഡുമായിട്ടും സോൾസ്ജിയറിനും ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞ് സാക്കി ഇടുന്നതിന് തൊട്ട് മുമ്പ് റിപ്പോർട്ടുകൾ വന്നു. സോ ഇപ്പം നമ്മൾ നോക്കാനായിട്ടുണ്ടെങ്കിൽ ഹൂ ഈസ് ഓൺ ദ വെർജ് ഓഫ് എ സാക്ക് അറ്റ്ലീസ്റ്റ് ബൈ ദ എൻഡ് ഓഫ് ദി സീസൺ. നോക്കാനായിട്ടാണെങ്കിൽ ഇപ്പൊ മാർക്കസ് റാഷ്ഫോർഡുമായിട്ട് ഡ്രസ്സിംഗ് റൂമിൽ ഉടക്കാണെന്നും രണ്ടുപേരും തമ്മിൽ കണ്ടാൽ പോലും മിണ്ടത്തുള്ള രീതിയിൽ എന്നൊക്കെ പറഞ്ഞ് മീഡിയാസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഒന്നെങ്കിൽ ഇതെല്ലാം ഫേക്ക് ന്യൂസ് ആയിരിക്കും. നമ്മൾ നോക്കുകയാണെങ്കിൽ എപ്പോഴും ഈ റാഷ്ഫോർഡ് ഹു ഇസ് സപ്പോസ് ടു ബി ദ ഫേസ് ഓഫ് ദ പ്രോജക്ട് റൈറ്റ്. സോ അങ്ങനത്തെ ഒരു പ്ലെയറിനെ എപ്പോഴും ഏതൊരു കോച്ച് സാക്കാവുന്നതിന് മുമ്പ് ആ കോച്ചായിട്ട് ഉടക്കിയെന്ന് പറഞ്ഞ റിപ്പോർട്ടുകൾ വരുന്നു. സോ അങ്ങനെ ഏറ്റവും കൂടുതൽ ഫേക്ക് ന്യൂസ് ഓൾറെഡി പ്രീമിയർ ലീഗിൽ നിന്ന് വരുന്ന ക്ലബ് ഏതാണെന്ന് ചോദിച്ചാൽ അത് മാൻ യുണൈറ്റഡ് ആണ്. ഏറ്റവും കൂടുതൽ ഫേക്ക് ന്യൂസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് മാൻ യുണൈറ്റഡിനെ ബേസ് ചെയ്താണ്. സോ ഈ ന്യൂസിന് എന്തെങ്കിലും അർത്ഥമുണ്ട്, എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? പിന്നെ ഇതിൽ എന്തെങ്കിലും അർത്ഥം ഉണ്ടെങ്കിൽ എപ്പോഴൊക്കെ റാഷ്ഫോർഡ് മോശമായിട്ട് പെർഫോം ചെയ്യുന്നു അപ്പോഴൊക്കെ റാഷ്ഫോർഡ് കോച്ചിനെതിരെ തിരിയുമോ അങ്ങനെ കേൾക്കുകയാണ്. സോ ഒന്നെങ്കിൽ റാഷ്ഫോർഡ് ഒരു ക്രൈ ബേബിയാണ്, അല്ലെങ്കിൽ ഈ കേൾക്കുന്നതെല്ലാം ഫേക്ക് ന്യൂസ് ആണ്. സോ ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ബീങ് ഐ എം നോട്ട് എ മാൻ യുണൈറ്റഡ് സപ്പോർട്ടല്ല, പക്ഷെ ഇപ്പോഴും ഞാനാണെങ്കിൽ ഏതെങ്കിലും ഒരു കോച്ച് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് സാക്കാവുന്നതിന് മുമ്പ് ഇപ്പൊ മാർക്കസ് റാഷ്ഫോർഡുമായിട്ടും ആന്റണി മാർഷലുമായിട്ട് ഉടക്കി എന്ന് പറഞ്ഞ് ലാസ്റ്റ് 2-3 മാനേജേഴ്സിന്റെ കാര്യത്തിൽ ഇങ്ങനെ വരുന്നുണ്ട്. സോ എറിക് ടെൻ ഹാഗിന്റെ കാര്യത്തിലും മിക്കവാറും ഈ ഒരു കാര്യമാണ് ഇപ്പൊ റിപ്പോർട്ട് ചെയ്യുന്നത്. അത് ഒന്നെങ്കിൽ മീഡിയാസ് ഇതൊരു
അജണ്ടയായിട്ടോ അല്ലെങ്കിൽ ചുമ്മാ ഒരു അടിച്ചുവിടാവുന്ന ഒരു കാര്യമായിട്ടോ അങ്ങ് എടുത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇതിന് പിന്നിൽ എന്തെങ്കിലും സത്യാവസ്ഥ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഇതൊന്നെങ്കിൽ മീഡിയാസ് ഹൈപ്പ് ചെയ്യാനായിട്ട് അതാ മീഡിയാസ് സർക്കുലേഷൻ കൂട്ടാനായിട്ട് അടിച്ചിറക്കുന്നതാണ്. പിന്നെ എനിക്ക് തോന്നുന്നു മാർക്കസ് റാഷ്ഫോർഡിന്റെ പെർഫോമൻസ് ഒരു അല്പം വരികയാണ് ഈ സീസൺ ഓവറോൾ നമ്മൾ നോക്കാനായിട്ടാണ്. സോ മാൻ യുണൈറ്റഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സീസണിൽ ഗർണാച്ചോ, നമ്മൾ റിട്ടനാന്റെ പ്രസ് കോൺഫറൻസിൽ നിന്ന് അദ്ദേഹം കോബി മൈനോനെയും ഗർണാച്ചോനെയൊക്കെ പ്രൊമോട്ട് ചെയ്ത കാര്യമൊക്കെ പറഞ്ഞു. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കസ് റാഷ്ഫോർഡ് ഈ സപ്പോസ് ടു ബി ദ ഫേസ് ഓഫ് ദ റോയൽസ്. സോ ആൾ കുറച്ച് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തേ പറ്റും. ലാസ്റ്റ് സീസൺ ആളൊരു അന്യായ ഒരു സീസൺ ആയിരുന്നു ഇൻ ടേംസ് ഓഫ് സ്കോറിംഗ് ഗോൾസ്. പക്ഷെ നമ്മൾ നോക്കാനാണ് ഈ സീസൺ വൺ ഓഫ് ഹിസ് വേഴ്സ്റ്റ് പെർഫോമൻസുകളാണ്. ഓവറോൾ നമ്മൾ നോക്കാനാണെങ്കിൽ ലാസ്റ്റ് ഫ്യൂ മാച്ചസ് ആയിട്ട് അറ്റ്ലീസ്റ്റ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഇഷ്യൂ ആയിട്ട് പറയുന്നത് അദ്ദേഹത്തിന്റെ ഡിഫൻസീവ് ഡ്യൂട്ടീസ്. അദ്ദേഹം ഗെയിമിൽ ഇൻവോൾവ് ആണോ, അദ്ദേഹം ഒരു കോൺട്രിബ്യൂഷൻ ടീമിന് ഓൺ ദ പിച്ച് കൊടുക്കുന്നില്ല, എനർജി കൊടുക്കുന്നില്ല. ബട്ട് ലാസ്റ്റ് ഫ്യൂ മാച്ചസ് ആയിട്ട് അതിൽ കുറച്ച് ചേഞ്ചസ് കണ്ടിട്ടുണ്ട്. ബട്ട് അഗെയിൻസ്റ്റ് ഫുള്ളാം ഇറ്റ് വാസ് സെറ്റ് അനദർ ഡ്രെഡ്ഫുൾ പെർഫോമൻസ്. അപ്പുറത്ത് പിന്നെ ഗർണാച്ചോയുടെ കാര്യം പറയാം. ഐ തിങ്ക് ഗർണാച്ചോ അദ്ദേഹത്തിന്റെ ക്രൂഷ്യൽ സ്റ്റേജിലോട്ട് കിടക്കുകയാണ്. സോ 19-20 കിടക്കുകയാണ്. സോ അദ്ദേഹം ഗ്രേറ്റ് അപ്കമിങ് ടാലന്റ് ആണ്, ഹ്യൂജ് പൊട്ടൻഷ്യൽ ഉള്ള പ്ലെയർ ആണ്. പക്ഷെ ചില സമയത്ത് ആളുടെ പിച്ചിലെ ആറ്റിറ്റ്യൂഡ് മാറ്റിയില്ലെങ്കിൽ ലോങ് ടൈം അത് പുള്ളിക്ക് ഇപ്പം അടുത്ത വരാൻ പോകുന്ന കോച്ച് ഇപ്പം നാഗൽസ്മാൻ ആണേലോ റൂബൻ അമോറിയം ലിങ്ക് ആക്കിയിരിക്കുന്നത്. ഇവർ രണ്ടുപേരും ടെന്നാഗിനെ പോലെ തന്നെ മേ ബി അവരെക്കാളും കുറച്ചുകൂടെ ടെന്നാഗിനെക്കാളും ക്യാരക്ടർ പുറപ്പെടുവിക്കുന്ന കോച്ചുകളാണ്. സോ അവർക്ക് പിച്ചിൽ പെർഫോമൻസ് കണ്ടേ പറ്റൂ, ആ ഒരു ടീമിന് വേണ്ടി കൊടുത്തേ പറ്റും. സോ ഇനി വരുന്ന ഏത് കോച്ചാണേലും ശരിയാണ്, നിങ്ങൾ വലിയ സൂപ്പർ സ്റ്റാർ ആയിരിക്കാം, പക്ഷെ ടീമിന് വേണ്ടി പ്രസ് ചെയ്യേണ്ടപ്പം പ്രസ് ചെയ്യുക, എനർജി കൊടുക്കേണ്ടപ്പം കൊടുക്കുക. സോ ചില അവസരങ്ങളിൽ ഗർണാച്ചോ മേ ബി റാഷ്ഫോർഡിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഗെയിമിൽ ഇൻവോൾവ് അല്ലാതെ ഒരു അഗ്രഷൻ കൊടുക്കാതെ ഒരു എന്നാ പറയുക ഒരു ലേസിനെസ് കാണിക്കുന്നുണ്ട്. സോ ആ കാര്യം ആൾ മാറ്റിയില്ലെങ്കിൽ ലോങ് ടൈം ആൾക്ക് അടിയാവും. സോ എത്ര വലിയ ടാലന്റ് ആണെന്ന് പറഞ്ഞാലും എഫേർട്ട് പിച്ചിലിട്ടില്ലെങ്കിൽ ഒരു കോച്ചും യൂസ് ചെയ്യാൻ പോകുന്നില്ല. സോ നമ്മൾ നോക്കാനാണെങ്കിൽ ഇപ്പം മാർക്കസ് റാഷ്ഫോർഡിന്റെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ നോക്കാനാണെങ്കിൽ അമർബാദ് യൂസ് ചെയ്യുമോ എന്നുള്ള കാര്യം അറിയത്തില്ല. ആളെ എന്തായാലും യുണൈറ്റഡ് പെർമനന്റ് ആക്കുന്നില്ല എന്നുള്ള ഡിസിഷൻ എടുത്തിട്ടുണ്ട്. സോ ഈസ് ഗോയിങ് ബാക്ക് ടു ഫ്യോറന്റീന. സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഈ അമർബാദിന് മിനിറ്റ്സ് കൊടുക്കുമെന്ന് കണ്ടു നോക്കാം. എന്തായാലും ഹയർ ഓഫ് ദ ലിസ്റ്റിലില്ല. ആൻഡ് അടുത്തതായിട്ട് മിക്കവാറും ഇന്ന് ആന്റണീനെ സ്റ്റാർട്ട് ചെയ്യുമോ എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം. റാഷ്ഫോർഡ് ഗർണാച്ചോ ആന്റണീനെ എന്ന് യൂസ് ചെയ്യുമോ എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം. സോ ആന്റണിയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ. ആന്റണി ഐ തിങ്ക് ടെൻഹാഗ് പോലും പുള്ളിയിലൂടെ ഹോപ്പ് കിട്ടുമെന്ന് തോന്നുന്നു. ലാസ്റ്റ് ഫ്യൂ മാച്ചസ് ആയിട്ട് ആന്റണീനെ അദ്ദേഹം കൊടുക്കുന്ന മിനിറ്റ്സ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ടെൻഹാഗ് വന്ന് പറയുകയും ചെയ്തു യു ഹാവ് ടു ഏൺ ദാറ്റ് സ്പോട്ട് എന്നല്ലേ. സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഐ തിങ്ക് സാർ ജിം റാറ്റ്ക്ലിഫ് ആൻഡ് ടീം ടെൻഹാഗിന് ക്ലിയർ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പെർഫോം ചെയ്യുന്നവരെ ഇറക്കുക. ഐ തിങ്ക് ആന്റണീനെ അവർ മാർക്കറ്റ് വെച്ചിട്ടുണ്ട്. ഐ തിങ്ക് ആന്റണിക്ക് എന്തെങ്കിലും ചാൻസ് ഉണ്ടോ തിരിച്ച് ഈ ഒരു ടീമിൽ കയറാനായിട്ടും നെക്സ്റ്റ് സീസൺ ഈ മാൻ യുണൈറ്റഡ് ടീമിൽ ഒരു ഇന്റഗ്രൽ പാർട്ട് ആവാനായിട്ടും എന്തെങ്കിലും ചാൻസ് ആന്റണിക്കുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പറയുക. കാരണം മേ ബി അപ്കമിങ് മാച്ചസിൽ ആൾക്ക് മിനിറ്റ്സ് കിട്ടിയെന്ന് വരാം. റാസ്മസ് ഹോയിലൻഡിന്റെ ഇഞ്ചറി, മേ ബി റാഷ്ഫോർഡുമായിട്ട് ഇപ്പോൾ ഉള്ള ടെൻഹാഗിന്റെ ഇഷ്യൂ പറയുന്നു, ഇനിയും റാഷ്ഫോർഡിനെ ബെഞ്ച് ചെയ്യുമെന്ന് അറിയത്തില്ല. ഗർണാച്ചോ അധികം കൺവിൻസിങ് അല്ല ലാസ്റ്റ് ഫ്യൂ മാച്ചസ് ആയിട്ട്. മേ ബി ആന്റണിക്ക് ലക്ക് ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ മിനിറ്റ്സ് കിട്ടുകയും മേ ബി ആൾ പെർഫോം ചെയ്താൽ ടീമിനോട് തിരിച്ചു വരാനായിട്ടും പറ്റും. പക്ഷെ ആന്റണിയുടെ ഒരു കുഴപ്പം നമ്മൾ പറഞ്ഞ പോലെ ഹീസ് എ വൺ ഡയമെൻഷണൽ പ്ലെയർ എന്ന് പല അവസരങ്ങളിലും എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ അത് ആളത്തെ ബാക്ക് ഫയർ ചെയ്യാറുണ്ട്. ആൻഡ് നെക്സ്റ്റ് മാഞ്ചസ്റ്റർ ഡെർബിയാണ്. അതിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഹാളൻഡിന് ഞാൻ ഇന്നലെ ആ മാച്ചിന്റെ ഫസ്റ്റ് ഹാഫ് കണ്ടിരുന്നു. ഫസ്റ്റ് ഹാഫ് ഒരു 58 മിനിറ്റ് വരെ കണ്ടിരുന്നു ആ മാച്ച്. ആൻഡ് അവിടെ ഹാളണ്ടും ഡിബ്രൂനയുടെ കോമ്പിനേഷൻ ഒരു രക്ഷയില്ല. ലൂട്ടൺ ടൗൺ ഡ്രെഡ്ഫുൾ ആയ ഒരു ടാക്ടിക്സ് ആയിരുന്നു ഇറക്കിയത്. 1-on-1 സിറ്റുവേഷൻസ് ഹാളൻഡിന് അഗേൻസ്റ്റ് കൊടുക്കുക, സ്പേസസ് ഇൻ ബിഹൈൻഡ് റൺ ചെയ്യാൻ കൊടുക്കുക. വാട്ട് വാസ് ലൂട്ടൺ ടൗൺ തിങ്കിങ് എന്ന് എനിക്ക് അറിയത്തില്ല. അതുപോട്ടെ, എന്നാലും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ ഡിബ്രൂനെയും ഹാളൻഡിന്റെയും കോമ്പിനേഷൻ അവിടെ മാൻ സിറ്റിയുടെ ഓൾമോസ്റ്റ് ജാക്ക് ഗ്രീലിഷ് ഈസ് ഇഞ്ചർഡ്, അല്ലാതെ വലിയ സീരിയസ് ആയ ഇഞ്ചുറി ഇഷ്യൂസ് ഒന്നും അവർക്കില്ല. സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ മാഞ്ചസ്റ്റർ ഡെർബി കമ്മിങ്, അതിൽ ബ്രൂണോ അവൈലബിൾ ആണോ എന്ന് അറിയത്തില്ല. വാറേനും മഗ്വയറിന്റെ കാര്യം ഡൗട്ട്ഫുൾ ആണ്. സോ എഗെയിൻസ്റ്റ് മാൻ സിറ്റി, എഗെയിൻസ്റ്റ് ഹാളൻഡ്, എവൻസിനെയും ലിൻഡലോഫിനെയും ഡാലോട്ടിനെയും ഒക്കെ വെച്ച് ബാക്ക് ഫോർ ഇറക്കുക. ആൻഡ് ലെഫ്റ്റ് ബാക്ക് ആയിട്ട് മേ ബി ആരെ യൂസ് ചെയ്യുന്നുള്ള കൺഫ്യൂഷൻ, ടീമിന് മൊത്തം ഇഷ്യൂസ്. സോ ആ പാടെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഇറ്റ്സ് ഗോയിങ് ടു ബി എ റിയലി ടഫ് വീക്ക് ഫോർ എറിക് ടെൻ ഹാഗ്. സോ ഇന്നത്തെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് മാച്ച് തോക്കുകയാണെങ്കിൽ ഐ വോണ്ട് ബി സർപ്രൈസ്ഡ്. ടീമിന്റെ മാനേജ്മെന്റിന്റെ അനൗൺസ്മെന്റ് വരുവാണ് ബൈ ദ എൻഡ് ഓഫ് ദി സീസൺ ടെൻ ഹാഗ് ലീവ് ചെയ്യും എന്നുള്ള അനൗൺസ്മെന്റ്. ലൈക്ക് തോമസ് ടുച്ചലിനെ അവിടെ ബയൺ മ്യൂണിക്കിന്റെ കാര്യം പറഞ്ഞ പോലെ വല്ലോ വരുമോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. ഐ തിങ്ക് ഇപ്പോഴും പകുതി മാൻ യുണൈറ്റഡ് ഫാൻസ്, ഐ തിങ്ക് 50-50 ആണെന്ന് തോന്നുന്നു മാൻ യുണൈറ്റഡ് സപ്പോർട്ടേഴ്സിന്റെ ഇടയിൽ എറിക് ടെൻ ഹാഗ് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടോ എന്നുള്ള കാര്യത്തിൽ 50% സ്റ്റിൽ സപ്പോർട്ട്സ് ഹിം, റൈറ്റ്? സോ എന്തായാലും അദ്ദേഹത്തിന് ഇഞ്ചറീസ് ബാക്ക് ഫയർ ചെയ്തിട്ടുണ്ട്. അത് ടെൻ ഹാഗിനെ മേ ബി ഇത്രയും പ്ലേയേഴ്സിന് നമ്മൾ നോക്കാനാണ് മാൻ യുണൈറ്റഡിന് പൊതുവെ ഇപ്പൊ യൂറോപ്യൻ കോമ്പറ്റീഷനും ഇല്ല. സോ ഇത്ര ഇഞ്ചറി ഇഷ്യൂസ് വരുന്ന മേ ബി
ക്ലബിലെ ഫെസിലിറ്റീസിന്റെ ഇഷ്യൂസ് കൊണ്ടാണോ അതോ ടെന്നാഗിന്റെ ട്രെയിനിങ് മെത്തേഡ്സ് കൊണ്ടാണോ എന്താണോ എന്നൊക്കെ ഉള്ള ചോദ്യങ്ങളും വരുന്നുണ്ട്. സോ മാഞ്ചസ്റ്റർ ഡെർബിയിൽ എന്തായാലും കാര്യങ്ങൾ കണ്ടിടത്തോളം എളുപ്പമായിരിക്കത്തില്ല. സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ എർലിംഗ് ഹാലണ്ടും കെവിൻ ഡിബ്രോയിനെയും ഈസി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. സോ ലുക്കിംഗ് റിയലി ബാഡ് ഫോർ മാൻ യുണൈറ്റഡ്. ഈ ഒരു മാഞ്ചസ്റ്റർ ഡെർബി വരുന്നുണ്ട്. സോ എറിക് ടെൻ ഹാഗിന് ഇതൊരു ക്രൂഷ്യൽ വീക്ക് ആയിരിക്കാം. മേ ബി ഇന്നത്തെ മാച്ച് തോൽക്കുകയും മാഞ്ചസ്റ്റർ ഡെർബിയിൽ ഒരു ഹെവി ഡിഫീറ്റോടാണെങ്കിൽ ഓൾമോസ്റ്റ് നമുക്കൊരു ഉറപ്പിക്കാം എറിക് ടെൻ ഹാഗ് won't be continuing as Man United manager by the start of next season. So എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? ഷുഡ് he be given more time? ഷുഡ് മാൻ യുണൈറ്റഡ് കൺസിഡർ ന്യൂ കോച്ച്? മാഞ്ചസ്റ്റർ ഡെർബിയിലുള്ള പ്രതീക്ഷ എന്താണ്? ഇന്ന് നോട്ടിംഗം ഫോറസ്റ്റിന് അഗെയിൻസ്റ്റ് മാൻ യുണൈറ്റഡ് ജയിക്കുമോ? ഇഞ്ചറി ഇഷ്യൂസ് എങ്ങനെയാണ് ക്ലബിനെ വലട്ടുന്നത്? ഷുഡ് മാൻ യുണൈറ്റഡ് ലുക്ക് അറ്റ് അനദർ മാനേജർ? മാർക്കസ് റാഷ്ഫോർഡിന്റെ സിറ്റുവേഷൻ നിങ്ങൾക്ക് എന്താ പറയാനുള്ള? ഈ ന്യൂസുകൾ ഫേക്ക് ആണോ? അദ്ദേഹത്തെ എപ്പോഴും ലിങ്ക് ചെയ്യുന്നത്? അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതിലേക്ക്